എല്ലാവർക്കും മായ 3D ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമിൽ. ഇന്ന് നമുക്ക് മായയിൽ എങ്ങനെ ഒരു ബേസിക് ആനിമേഷൻ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യം ഒരു ഒബ്ജക്റ്റ് എടുക്കാം. താൽക്കാലികം ഞാനിവിടെ ഒരു ക്യൂബ് എടുക്കാൻ പോവാം. ഈ ഒരു ക്യൂബ് ഞാനിപ്പോൾ ആനിമേറ്റ് ചെയ്യാൻ പോകും. എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യൂബ് ഇവിടെ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഞാൻ ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പോവാം. ഈ ഒരു മൂവ്മെൻറ്റ് ചുമ്മാ വന്നാൽ മാത്രം പോരാ, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ തന്നെ വരികയും വേണം. സോ ഇതിനു വേണ്ടിയിട്ട് മായ നമുക്കൊരു ടൂൾ തന്നിട്ടുണ്ട്, അതായത് ടൈം ലൈൻ എന്ന് പറഞ്ഞ്. അതാണ് ഈ താഴെ കാണുന്ന ഈ ഒരു സ്പേസ്. ഇതിൽ കുറേ നമ്പേഴ്സും കാണാൻ പറ്റും. ഈ നമ്പർ സെക്കൻഡ്സിനെ അല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്, മറിച്ച് ഫ്രെയിംസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് 24 ഫ്രെയിംസ് ആണ്. അതെവിടെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോണിൽ വന്നു കഴിഞ്ഞാൽ 24 ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ 24 ഇമേജസ് ഉണ്ടാവും. ഈ 24 ഇമേജസ് കമ്പൈൻ ചെയ്യുന്നതാണ് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് 30 ഫ്രെയിംസ് ആക്കി മാറ്റുകയും ചെയ്യാം, 40 ഫ്രെയിംസ് ആക്കി മാറ്റുകയും ചെയ്യാം, ഇതുപോലെ നമുക്ക് 60 ഫ്രെയിംസ് വരെ ആക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാനിത് 3 സെക്കൻഡിനുള്ളിൽ ഞാൻ ഈ ഒബ്ജക്റ്റ് ആ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പോവാം. സോ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ഒരു ആനിമേഷൻ ചെയ്യുമ്പോൾ സീൻ ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മൾ ഇതുപോലെ പെർസ്പെക്റ്റീവ് വ്യൂവിൽ എപ്പോഴും ഇരുന്ന് ചെയ്യരുത്. അതായത് നമ്മളൊരു ക്യാമറ ക്രിയേറ്റ് ചെയ്യണം. അതിനായി മേലുള്ള ക്രിയേറ്റിൽ പോയി ക്യാമറയിൽ വന്നതിന് ശേഷം ക്യാമറ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് സൈഡിലുള്ള നമ്മുടെ പാനൽ ലേഔട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ 2 പാനൽ ലേഔട്ടാക്കി മാറ്റുക. അതിനുശേഷം ഈ പാനൽ ലേഔട്ടിലുള്ള മെനു ബാറിൽ പോയി പാനൽസിൽ വന്നതിന് ശേഷം പെർസ്പെക്റ്റീവ് ക്ലിക്ക് ചെയ്ത് ക്യാമറയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് വേണ്ടിയ ഒരു രീതിയിൽ നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് റെസൊല്യൂഷൻ ഗേറ്റ് കൊടുക്കാം. സോ നമ്മുടെ ക്യാമറയിൽ എങ്ങനെയാണ് കാണാൻ പോകുന്നത് അറിയാൻ പറ്റും. ഇനി ക്യാമറ നമുക്ക് ലോക്ക് ചെയ്ത് വിടാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് വരണം. പക്ഷെ അതിന് മുന്നേ നമ്മൾ ഏത് ആനിമേഷൻ ചെയ്യാൻ പോവുകയാണെങ്കിലും നമ്മൾ ആക്ച്വലി ഗ്രിഡിൻ്റെ മുകളിൽ വെച്ച് വേണം ചെയ്യാൻ. കാരണം അത് ഒരുപാട് രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ഫ്യൂച്ചർ ക്ലാസ്സുകളിൽ ഞാൻ അതിൻ്റെ യൂസൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഗ്രിഡിൻ്റെ മുകളിലായിട്ട് വെക്കാം. അതായത് 0.5 എന്ന വാല്യൂ കൊടുത്താൽ മതി, ഗ്രിഡിൻ്റെ മുകളിലാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇനീഷ്യൽ പോയിന്റിലേക്ക് പോകണം. അതായത് 0 ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇനീഷ്യൽ പോയിന്റിലേക്ക് പോകാം. അതിനുശേഷം നമ്മളിത് ഡിലീറ്റ് ബൈ ഹിസ്റ്ററി, ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ, സെൻറ്റർ പൈവറ്റും കൊടുക്കണം. ഓക്കെ. ഇനി നമ്മുടെ ഒബ്ജക്റ്റ് ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാം. അതിനായി ആദ്യമേ ഈ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ടൈം ലൈനിൽ വന്നതിന് ശേഷം 0th ഫ്രെയിമിൽ വെക്കണം. 0th ഫ്രെയിമിൽ വെക്കുന്നതിന് വേണ്ടി നമുക്കിതുപോലെ ഫ്രെയിംസ് ഡ്രാഗ് ചെയ്ത് മാറ്റാം. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡ് വരുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫ്രെയിമിലേക്ക് പോകാം. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഫ്രെയിമിലേക്ക് പോകാം. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു കീയിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സിംഗിൾ ഫ്രെയിമായിട്ട് നമുക്കിതുപോലെ മാറ്റിയെടുക്കാം. ഓക്കെ. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫ്രെയിമിലും ഇതിൽ ലാസ്റ്റ് ഫ്രെയിമിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സിംഗിൾ ഫ്രെയിംസ് ആക്കി മാറ്റാനും പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ. ഇത് പ്ലേ ചെയ്യാം, നമുക്ക് പോസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള പ്ലേ ബട്ടൺ റിവേഴ്സ് പ്ലേ ബട്ടൺ ആണ്. ഇത് നമ്മൾ റിവേഴ്സിലായിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഫ്രെയിം 1ലേക്ക് വരാം. ഇത് ആനിമേറ്റ് ചെയ്യാൻ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഇതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മുടെ ഇനീഷ്യൽ പോയിന്റ് സെറ്റ് ചെയ്യണം. അതായത് 0th ഫ്രെയിമിൽ ഈ പൊസിഷനാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മുടെ മായയിലോട്ട് പറഞ്ഞു കൊടുക്കണം. അതിനായി നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ചാനൽ ബോക്സിൽ വന്നതിന് ശേഷം ട്രാൻസ്ലേറ്റ് എക്സ് എന്നുള്ള വാല്യൂവിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ലേറ്റ് എക്സ് എന്നുള്ള വാല്യൂവിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കീ സെലക്ടർ എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്കിവിടെ ഒരു റെഡ് മാർക്കിംഗ് കാണാം. ഇതാണ് നമ്മുടെ കീ എന്ന് പറയുന്നത്. ഈ റെഡ് മാർക്ക് വരുമ്പോൾ നമ്മൾ 0th ഫ്രെയിമിൽ ഈ ഒരു പൊസിഷനിലായിട്ടായിരിക്കും എന്ന് നമുക്ക് പറയുന്നത്. ബാക്കിയുള്ളത് നമ്മൾ കീ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. പക്ഷേ 0th ഫ്രെയിമിൽ എപ്പോഴും എക്സ് വാല്യൂ 0 തന്നെയായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് 3 സെക്കൻഡ്, അതായത് 24 × 3 72 ഫ്രെയിം.
72ാമത്തെ ഫ്രെയിമിൽ നമ്മൾ 10 എന്നുള്ള വാല്യൂയിൽ വരണം, അല്ലെങ്കിൽ 12, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള വാല്യൂ. അപ്പോൾ 72ാമത്തെ ഫ്രെയിമിൽ ഇതുപോലെ എക്സ് വാല്യൂ 10ലായിരിക്കണം. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ജസ്റ്റ് വീണ്ടും നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കീ സെലക്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 72ാമത്തെ ഫ്രെയിമിൽ നമ്മുടെ എക്സ് വാല്യൂ 10ലായി വരും. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൂവ്മെൻറ്റ്സ് ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ 120 ഫ്രെയിമിലോട്ട് അത് മാറ്റാം. സോ ഇവിടെയാണ് നമുക്കിതിൻ്റെ ഫ്രെയിംസ് ട്വീക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് മാക്സിമം നമ്പറും ഇത് എത്ര ലിമിറ്റ് നമ്മൾ വെക്കണം എന്നുള്ളൊരു ഓപ്ഷനും കൂടിയാണ്. ഇവിടെ നമ്മളിപ്പം ടോട്ടൽ 117 ആണ് കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് 120 ആക്കി മാറ്റാം. അതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് ഫ്രെയിമിൽ 120th ഫ്രെയിമിൽ വരുമ്പോൾ നമ്മുടെ എക്സ് വാല്യൂ 0 ആയിരിക്കണം. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് കൊടുത്ത് കീ സെലക്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 120th ഫ്രെയിമിൽ ഈ ഒബ്ജക്റ്റ് തിരിച്ചു പോകുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, നമ്മൾ ഒരിക്കലും ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് കീ മൂവ് ചെയ്യരുത്. കാരണം ഈ കീസിലെല്ലാം ഒബ്ജക്റ്റിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഏത് കീയിലാണോ വെക്കുന്നത് ആ കീയിൽ വെച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാവുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പൊസിഷനിൽ നമുക്ക് ഒബ്ജക്റ്റ് കീ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്, ഓട്ടോ കീ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അത് ആക്സസ് ചെയ്യാനായിട്ട് ആദ്യമേ നമ്മുടെ മായയുടെ ഈ ഒരു കോർണറിൽ വന്ന് നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാനുവലി എപ്പോഴും പോയി കീ സെലക്റ്റഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ ഏത് ഫ്രെയിമാണോ വേണ്ടത് ആ ഫ്രെയിമിൽ വന്നതിന് ശേഷം പർട്ടിക്കുലർ കീയിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ ഇതുപോലെ ഓട്ടോമാറ്റിക്കലി കീ ആയിക്കോളൂ. എപ്പോഴും പോയി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആ പൊസിഷൻ കൺഫേം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഈ കീ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് പോകാം. ഇനി നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക് നമുക്ക് ഇതുപോലെ ഇസഡ് ആക്സിസിൽ മാറ്റണം, പുതിയൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമേ നമ്മൾ ഇസഡ് ആക്സിസിലാണോ വൈ ആക്സിസിലാണോ ഏത് ആക്സിസിലാണോ നമ്മൾ മാറ്റേണ്ടത് ആ ആക്സിസ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒന്ന് കീ സെലക്ട് കൊടുക്കുക 0th ഫ്രെയിമിൽ നിന്ന് ഇനീഷ്യൽ സ്റ്റേറ്റിൽ. അതിനുശേഷം നമ്മളിതുപോലെ ഒരു 35 അല്ലെങ്കിൽ 40th ഫ്രെയിമിലോ നമ്മൾ ഇതുപോലെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ ഇസഡ് ആക്സിസ് ഓട്ടോമാറ്റിക്കലി കീ ആയിക്കോളൂ. ഇപ്പോൾ 0th ഫ്രെയിമിൽ നിന്ന് 40ാമത്തെ ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഈ ഒരു പൊസിഷനിലേക്കായിരിക്കും വരുന്നത്. പക്ഷേ നമ്മൾ 40ാമത്തെ ഫ്രെയിമിൽ നിന്ന് 72ാമത്തെ ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഈ ഒരു പൊസിഷനിൽ വരും. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പൊസിഷൻ മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ട്രാൻസ്ലേറ്റ് സി എന്നുള്ള വാല്യൂ 0യിലേക്ക് മാറ്റണം. അപ്പോൾ വീണ്ടും അത് കീ ആകുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് ഓട്ടോ കീ ഫ്രെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഒരുപാട് കീസ് വരുമ്പോഴത്തേക്ക് ഓട്ടോ കീ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് കീ സെലക്ട് ചെയ്യാനായിട്ട് വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, ഷോർട്ട് കട്ടായ എസ്. നമ്മൾ എസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് 0th ഫ്രെയിം വെച്ച് എസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ എല്ലാ വാല്യൂസും കീഡ് ആകുന്നതാണ്. ഈ ഒരു മെത്തേഡ് ആക്ച്വലി നല്ലതല്ല. കാരണം നമ്മളൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആനിമേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ കുറേ കീസ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാവും. ഓക്കെ, സോ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാതിരിക്കുക. അതായത് എസ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ എല്ലാത്തിലും കീ ആകുന്നതാണ്. ചില സമയത്ത് ഇത് ഹെൽപ്ഫുള്ളുമാണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. താങ്ക് യു.